മാവൂരിലെ ഭൂമി ഏറ്റെടുക്കുന്നതിൽ സർക്കാരിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതിലേറെ ഭൂമി നേരത്തെ ബിർളയുടെ കയ്യിൽ നിന്ന് തന്നെ ഏറ്റെടുത്ത ചരിത്രമുള്ള സ്ഥിതിക്ക് ഈ ഭൂമിയും ഏറ്റെടുക്കാമെന്ന് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. പക്ഷേ സർക്കാരിന് അതിനുള്ള ഇച്ഛാശക്തി വേണം. നിലമ്പൂർ കോവിലകത്തിന്റെ കയ്യിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ ഭൂമി പോലും ബിർളയുടെ പക്കൽ നിന്നും സർക്കാർ തിരിച്ചുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 13 വർഷം ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടന്നിട്ടും നടപടിയൊന്നുമില്ല. സർക്കാർ വ്യവസായ ആവശ്യത്തിന് നൽകിയ ഭൂമി കമ്പനി പൂട്ടിയിട്ടും വിട്ടുകൊടുത്തിട്ടില്ല ബിർള. ഇവിടെയുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഇച്ഛാശക്തി കാട്ടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സർക്കാർ ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോൾ പുതിയ പദ്ധതികളുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും മാവൂരിലെ ജനങ്ങളെയും അതേപോലെ സർക്കാരിനെയും വഞ്ചിക്കുന്ന കബളിപ്പിക്കുന്ന നിലപാടാണ് ബിർള എടുക്കുന്നത്. മാവൂരിൽ ഫാക്ടറി പൂട്ടിയിട്ട് വർഷങ്ങളായി. മാവൂരിൽ പുതിയൊരു വ്യവസായം വരുമെന്ന് കരുതിക്കൊണ്ട് മാവൂരിലെ യുവാക്കൾ അതേപോലെ മാവൂർ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പം സർക്കാർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായി സർക്കാർ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ബിർള മാനേജ്മെൻറ്റ് അതിന് തുരങ്കം വെക്കാൻ വേണ്ടി പുതിയ പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാവൂർ വന്നുകൊണ്ട് ചില ചെപ്പടി വിദ്യകൾ കാണിച്ചുകൊണ്ട് ചില സർവേകളൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെയും അതേപോലെ തന്നെ സർക്കാരിനെയും കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി കാത്തിരിക്കാൻ മാവൂരിലെ ജനങ്ങളും പഞ്ചായത്തും തയ്യാറല്ല. ബിർള വ്യവസായം തുടങ്ങുന്നില്ലെങ്കിൽ സർക്കാർ സ്ഥലം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വലിയ ഒരു പരിസ്ഥിതിക്ക് വലിയ കോട്ടം തട്ടാത്ത രൂപത്തിലുള്ള വ്യവസായങ്ങൾ വരണമെന്നാണ് CPIMൻ്റെ ഉറച്ച അഭിപ്രായം. അതിനുവേണ്ടി ബിർള മാനേജ്മെൻറ്റ് തന്നെ വലിയ ഒരു നോളജ് പാർക്ക് തുടങ്ങുന്നു, അതുപോലെ ഗവൺമെൻറ് അതിനുവേണ്ടി ആലോചിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകളൊക്കെ അസ്ഥാനത്തായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യവസായം തുടങ്ങുന്നില്ല എങ്കിൽ ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ് അടിയന്തരമായിട്ട് അതിനുവേണ്ട ആലോചനകൾ നടത്തേണ്ടതാണ് എന്നാണ് CPIMൻ്റെ അഭിപ്രായം. നേരത്തെ കമ്പനിയിലുണ്ടായിരുന്ന തൊഴിലാളികളും പരിസരവാസികളുമെല്ലാം പുതിയ വ്യവസായത്തിനായി കാത്തിരിക്കുകയാണ്. ബിർള ഒരു വ്യവസായം കൊണ്ടുവരുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇവർക്കില്ല. വ്യവസായം എത്തുന്നതോടെ തൊഴിലിനായി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരും ഏറെ. ബിർളയുടെ കൈവശം ഈ സ്ഥലം ഇരിക്കുന്നിടത്തോളം കാലം ഇവിടെ വരും എന്നുള്ള പ്രതീക്ഷ ഇവിടുത്തെ നാട്ടുകാർക്കൊന്നുമില്ല. കാരണം അവർ ഈ കോടതിയായിട്ട് കളിക്കുകയാണ്. ഒരു കേസ് എത്ര വർഷം വേണമെങ്കിലും നീട്ടിപ്പോകാമല്ലോ. അപ്പോൾ ആ നിലക്ക് ഇത് ബിർളയിൽ നിന്ന് പെട്ടെന്ന് കിട്ടും എന്നുള്ള ഉദ്ദേശമൊന്നും ഗവൺമെൻറ്റിനും ഇല്ല. പിന്നെയൊക്കെ ഒരു പുറംപൂച്ച് പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇത് എന്ന് വരും എന്ന് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്തനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ ട്രേഡ് യൂണിയൻ നേതൃത്വമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ഒന്നും സജീവമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കച്ചവട മേഖലയിലെ സാമ്രാട്ടാണ് ബിർള. അപ്പോൾ ബിർള തികഞ്ഞ കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവർ എത്തിക്കുമെന്നും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുണ്ട്. വിവിധ കമ്പനികളുമായിട്ട് അവർ ഇടപെടുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞ് ഇത്രത്തോളം വർഷമായി വരുമ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തുടക്കത്തിൽ മുതലുള്ള ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ അവൻ വൃദ്ധനായി. ഈ ചർച്ച തുടങ്ങിയത് അവൻ്റെ ഒരു 25-ാം വയസ്സിലൊരു കമ്പനി വരും ജോലി കിട്ടുമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അവനിന്ന് യുവത്വത്തിൽ നിന്നൊക്കെ വിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ തലമുറക്കൊന്നും ഉപകാരം കിട്ടാത്ത തരത്തിലാണിത് പോകുന്നത്. മാവൂരിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിലാണ് കരിപ്പൂർ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഉള്ളത്. അതായത് ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടെന്നർത്ഥം. കോഴിക്കോടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന പരിസ്ഥിതി സൗഹൃദ വ്യവസായങ്ങൾക്ക് എല്ലാ സൗകര്യവും.
വ്യാവസായിക ആവശ്യത്തിന് സംസ്ഥാന സർക്കാർ ആദ്യമായി ഏറ്റെടുത്ത് നൽകിയ ഭൂമിയാണ് മാവൂർ ഗോളിയൂർ റയോൺസിലേത്. വ്യവസായം പൂട്ടിയപ്പോൾ ഭൂമി തിരിച്ചുപിടിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഓരോ വർഷവും പാഴ്പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാരും ഇതിന് കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയമാണ് ജനങ്ങൾക്കുള്ളത്.